അമേരിക്ക പുതിയൊരു കൂട്ടായ്മ, ഒരു ജിയോ പൊളിറ്റിക്സിന്റെ ഒരു പുതിയൊരു കൂട്ടായ്മ കൊണ്ടുവരുന്നു. ശരിക്കും അമേരിക്കയ്ക്ക് നിലവിൽ തന്നെ വലിയൊരു ശക്തി നാറ്റോ ആയിട്ടുണ്ട്. പിന്നെയും എന്തിനാണ് ഇപ്പോൾ ഒരു പുതിയ C5 അല്ലേ സർ? അതെ, C5 എന്ന പേരിലൊരു പുതിയ കൂട്ടായ്മ, 5 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ. അതിൽ അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഒന്ന് US തന്നെയാണ്, 2 റഷ്യയാണ്, അമേരിക്കയുടെ സപ്പോസ് ടു ബി ദ ബിഗ്ഗസ്റ്റ് എനിമി എന്നുള്ളത്. പിന്നെ വേറൊരു എനിമിയായിട്ട് അവർ വെച്ചിരിക്കുന്ന ചൈന, അപ്പം പിന്നെ ജപ്പാൻ, ഇന്ത്യ. ഈ 5 രാജ്യങ്ങളെയാണ്. അത് ജപ്പാൻ സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ എന്നും സൗഹൃദ രാജ്യമാണ്. പണ്ടത്തെ ശത്രുവായിരുന്നു. ജപ്പാൻകാർക്ക് സത്യം പറഞ്ഞാൽ അമേരിക്ക വലിയ ഇഷ്ടമൊന്നുമല്ല. അമേരിക്കയുടെ ഒരു 30,000 50,000 പട്ടാളക്കാർ എപ്പോഴും ജപ്പാനിലുണ്ടാവും, കൊറിയയിലും ഉണ്ടാവും. സോൾ നഗരത്തിൽ ഒരു 600 ഏക്കർ ഏരിയ ഉള്ള ഒരു അമേരിക്കയുടെ സൈനിക കേന്ദ്രമുണ്ട്. അവിടെ ധാരാളം പട്ടാളക്കാരുണ്ട്. ഇതുപോലെ തന്നെ ജപ്പാനിലുമുണ്ട്. ജപ്പാന് ഒരു സൈന്യം ഉണ്ടാക്കാൻ പോലും അമേരിക്ക സമ്മതിക്കില്ല. പണ്ടത്തെ 2ാം ലോക യുദ്ധത്തിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരു നടപടിയാണ്. അപ്പോൾ ആ ജപ്പാൻ, പക്ഷേ ജപ്പാൻ അമേരിക്കയായിട്ടുള്ള സൗഹൃദത്തിൽ കൂടി ജപ്പാൻ ഉൽപ്പാദിപ്പിക്കുന്നു, അമേരിക്കയിൽ വിൽക്കുന്നു. അങ്ങനെ ജപ്പാൻ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് ഉയർന്നു. അപ്പോൾ അമേരിക്കയിൽ വാങ്ങുന്ന ഏത് ഉൽപ്പന്നത്തിനും ലോകം മുഴുവൻ വിശ്വാസ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ ജപ്പാൻ മാർക്കറ്റ് തുറന്നു കിട്ടുകയും ചെയ്തു. ഇതാണ് ജപ്പാൻ്റെ അവസ്ഥ. മറുവശത്ത് ഇന്ത്യയും US തമ്മിൽ അടുത്തിടയ്ക്ക് കൂടുതൽ ഒരു ടഗ് ഓഫ് വാർ വന്ന് നിൽക്കുന്ന താരിഫ് യുദ്ധം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ എതിരാളിയായിട്ട് ചൈനയുടെ ഒപ്പം നിന്ന പാകിസ്ഥാനെ ട്രംപ് അങ്ങോട്ട് വലിച്ചു. ഇത് പലതും ചെയ്യുമ്പോൾ അമേരിക്കയോ ട്രംപോ ഇത് രണ്ടായിട്ട് കാണുന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. അതായത് ട്രംപിനകത്തൊരു അമേരിക്കൻ പ്രസിഡന്റ്, അയാളുടെ ഉള്ളിലൊരു ട്രംപും ഉണ്ട്. ഇത് രണ്ട് ഡയറക്ഷനാണ്. ഒന്ന് കിഴക്കോട്ടാണെങ്കിൽ മറ്റേത് പടിഞ്ഞാട്ട് പോകുന്ന തരത്തിലാണ്. ഈ പലപ്പോഴും പ്രവൃത്തികൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ട്രംപ് ചില നേരത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കും, ചില സമയത്ത് ഡൊണാൾഡ് ട്രംപായിട്ട് നിൽക്കുന്നു. എന്താണ് ഈ ഡൊണാൾഡ് ട്രംപായിട്ട് നിൽക്കുമ്പോഴത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു ബിസിനസ് മാനാണ്. ഈസ് എ ബിസിനസ് മാഗ്നറ്റ്. എങ്ങനെ ബിസിനസ് ചെയ്താലും ലാഭം ഉണ്ടാക്കാൻ അയാൾക്കറിയാം. പൂച്ച എങ്ങനെ നമ്മൾ കറക്കി എറിഞ്ഞാലും 4 കാലിൽ നിന്ന് നിൽക്കുന്ന പറഞ്ഞ പോലത്തെ പക്ക ബിസിനസ് മാൻ. ഇതാണ് ലോകത്തുള്ള നിരവധി രാജ്യങ്ങളിൽ, ഇന്ത്യ അടക്കം ട്രംപിന് ബിസിനസ്സുണ്ട്. ട്രംപ് ടവർ എന്ന് പറയുന്നത് മുംബൈയിൽ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡൻറ്റുമായിട്ടും അടുത്ത സൗഹൃദമാണ് ട്രംപിനുള്ളത്. അതായത് ആസ് എ ബിസിനസ് മാൻ അദ്ദേഹം ലോകരാജ്യങ്ങളിലെ മിക്ക നേതാക്കന്മാരുടെയും സുഹൃത്താണ്. അതെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു വശത്തൊരു ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്നതിനെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് രാജ്യാന്തര ശത്രുതയുടെ എന്തിൻ്റെ പേര് പറഞ്ഞാലും അദ്ദേഹത്തിന് അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അക്കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യമുണ്ട്, അത് വളരെ വ്യക്തിപരമായിട്ടൊന്നാണ്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അമേരിക്ക നിയന്ത്രിക്കുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ എതിരാളിയായിട്ടാണ് ട്രംപ് അറിയപ്പെടുന്നത്. നമ്മൾ ഇന്ത്യക്കെതിരെ ട്രംപ് നീങ്ങുമ്പോഴും ഡീപ് സ്റ്റേറ്റ് ഇന്ത്യക്കെതിരാണ്, അമേരിക്ക ഇന്ത്യക്കെതിരാണ്, ട്രംപ് ഇന്ത്യക്കെതിരായിട്ട് നീങ്ങുന്നു. പക്ഷേ ഇത് മൂന്നും കൂടി ഒരുമിച്ചല്ല വാസ്തവം പറഞ്ഞത്. ട്രംപ് ഇന്ത്യക്കെതിരാണോ എന്ന് ചോദിച്ചാൽ എന്തോ ചില കാരണം കൊണ്ട് എതിരായിട്ട് അദ്ദേഹം നിൽപ്പുണ്ട്. പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം അതിൻ്റെ സ്വഭാവം കൊണ്ട് പലപ്പോഴും ഇന്ത്യക്കെതിരാണ്. അവരുടെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സൈനിക വ്യവസായ കൂട്ടായ്മയാണ്. അതൊരു അധോലോകമാണ്. സൈനിക വ്യവസായ അധോലോകമാണ് അമേരിക്കയുടെ. അവരാണ് അമേരിക്കയുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. ഇസ്രായേലിലെ അമേരിക്കയുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരേ ശക്തി തന്നെയാണ്. അത് കൂടുതൽ ജൂതന്മാരുടെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള കമ്പനികളൊക്കെയാണ് അതിൽ കൂടുതലും. ഈ 2 രാജ്യങ്ങളുടെ താല്പര്യം ലോകം മുഴുവൻ സംരക്ഷിക്കുക. ആ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വേറൊന്നുമല്ല, അവരുടെ വ്യവസായ താല്പര്യമാണ്. അമേരിക്ക ഒരു രാജ്യത്ത് ആശയപരമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ഒരു ആധിപത്യം സ്ഥാപിച്ചാൽ അമേരിക്കൻ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ അവിടെ കൂടുതലിരുന്നു. ഇതൊന്ന്. അമേരിക്കയായിട്ട് സൗഹൃദത്തിലൊരു രാജ്യം പ്രവർത്തിക്കുന്നതിരിക്കട്ടെ, അവിടെയും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ എത്തുന്നു. ഇനി ലോകത്തൊരു ഭാഗത്ത് മതം മാറ്റം വർദ്ധിച്ച് ക്രൈസ്തവരുടെ എണ്ണം കൂടിയാലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം അമേരിക്കയിൽ നിന്ന് മതം മാറാൻ പണം ഇറങ്ങുന്നതിൻ്റെ ബേസിക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷൻ തന്നെയാണ് ഒരർത്ഥത്തിൽ. അവർ ഇത് പണം കൊടുക്കുന്നവൻ കമ്പനിക്കാരൻ അവരുടെ CSR വെച്ചിട്ടാണല്ലോ ഈ പണം പോകുന്നത്. അവൻ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി തന്നെയാണ് ഈ പണം മുടക്കുന്നത്. ഇതാണ് വാസ്തവം. അപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ പുറകിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പം ഈ ട്രംപിന് ബിസിനസ്സൊക്കെ ഉണ്ട്, അയാളുടെ ഉൽപ്പന്നങ്ങളൊക്കെ പോകണം. പക്ഷേ ഡീപ് സ്റ്റേറ്റിനെതിരെ നിൽക്കുന്നു എന്ന് പറയുന്നു. ഇതിന് കാരണമായിട്ട് പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ട്രംപിൻ്റെ സുഹൃത്തായിരുന്ന ജൂനിയർ കെന്നഡിയുടെ മരണത്തിൽ ഡീപ് സ്റ്റേറ്റിന് പങ്കുണ്ട്. അതുകൊണ്ട് ഒരു നിതാന്ത ശത്രുത അദ്ദേഹം അവരുമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ, ട്രംപിൻ്റെ പെരുമാറ്റങ്ങൾ ഇത് സാധൂകരിക്കുന്നു. കാരണം എന്താ,
ഇത്രയും രാജ്യങ്ങൾക്ക് മുകളിൽ താരിഫ് അടിച്ചു. അതോടുകൂടി അമേരിക്കയിൽ വിലക്കയറ്റമായി, അവിടെ ജനങ്ങൾക്ക് അവരുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞിരിക്കുകയാണ്. ഇത് അവിടുത്തെ ഷെയർ മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട്, പണപ്പെരുപ്പം വർദ്ധിക്കുന്നു. ആത്യന്തികമായിട്ട് ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടാണ് സംഭവിച്ചേക്കുന്നത്. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുക, അവിടെ ബിസിനസ് എത്തിക്കുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കുക എന്നുള്ളതിലേക്ക് ട്രംപ് പോയി. അമേരിക്കയ്ക്ക് പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കുന്നു. പക്ഷേ ഒരു പരിധിവരെ വ്യക്തിപരമായിട്ട് ട്രംപ് പലരുടെ സുഹൃത്ത് തന്നെയായിരിക്കും. ഇതിൻ്റെ പുതിയ ഒരു തലത്തിലേക്ക് ഉള്ള പോക്ക്. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്ക എന്ന് പറഞ്ഞ രാഷ്ട്രം മാത്രമല്ല, അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യം, ഇതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ ശക്തി. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിൻ്റെ ഗുണ്ടകളാണ് നാറ്റോ. വെറും ഗുണ്ടാ സെറ്റപ്പ്, അത്രേ ഉള്ളൂ. പക്ഷേ ഈ C5 ശരിക്കും പറഞ്ഞാൽ സാറി പറഞ്ഞ 5 കൺട്രീസ് അതാണല്ലോ C5. അതെ. അപ്പോൾ ഈ 5 രാജ്യങ്ങൾ പക്ഷേ ശത്രു രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അമേരിക്ക ഉണ്ടാക്കിയതുപോലെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ 5 രാജ്യങ്ങളിലും ഒരൊറ്റ നാറ്റോ രാജ്യമില്ല. ഇല്ല. അതെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ട്രംപും ഡീപ് സ്റ്റേറ്റും തമ്മിലുള്ള അകലം സാധൂകരിക്കുന്ന ഒരു നടപടിയാണ് എന്ന് പറഞ്ഞാൽ നാറ്റോയുടെ താല്പര്യമില്ല. ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നാറ്റോയ്ക്ക് ഫണ്ട് ചെയ്യാൻ താല്പര്യമില്ല. അമേരിക്കയുടെ പണം അമേരിക്കക്കാർക്കുള്ളതാണ്, വേറെ വല്ല രാജ്യത്ത് യുദ്ധത്തിനോ അവന്മാർക്ക് ആയുധം വാങ്ങാനോ അല്ല. അതുകൊണ്ട് തന്നെ ഉക്രൈന് ആയുധം വാങ്ങാൻ പണം കൊടുക്കില്ല. ഞങ്ങൾ ആയുധം തരാം, പക്ഷേ ഞങ്ങൾക്ക് പണം ഇങ്ങോട്ട് തരണം. ആര് തരണം? ഉക്രൈൻ തരണം. തന്നില്ലെങ്കിൽ മറ്റ് നാറ്റോ രാഷ്ട്രങ്ങൾ ഞങ്ങൾക്ക് തരിക. അവർക്ക് വേണ്ടി പോലും അദ്ദേഹം അത് പണം കൊടുക്കാൻ സമ്മതമല്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ നാറ്റോ യുദ്ധങ്ങൾ കാര്യമായിട്ടില്ല. കാരണം എന്താ? അത് ട്രംപ് സമ്മതിക്കുന്നില്ല. ലോകത്ത് എവിടെയും പോയിട്ട് ആരുടെയും തലയിൽ ബോംബിട്ട് അമേരിക്കയുടെ പൈസ കളയാൻ റെഡിയല്ല. ഇതിൽ അടി കിട്ടുന്നത് അമേരിക്ക എന്നുള്ള രാഷ്ട്രത്തിനല്ല, പകരം അവിടുത്തെ ആയുധ കമ്പനികൾക്കാണ്. ഈ ആയുധ കമ്പനികളും കൂടെ ചേർന്നാണ് ഡീപ് സ്റ്റേറ്റ്. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് അവിടെ പ്രശ്നമുണ്ട്. നാറ്റോ പോയി വല്ലയിടത്ത് യുദ്ധം ചെയ്താലേ അമേരിക്കൻ്റെ ഡീപ് സ്റ്റേറ്റിൻ്റെ കമ്പനികൾക്ക്, ഈ ആയുധ കമ്പനികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ പറ്റുള്ളൂ. അത് വല്ല രാജ്യത്തെയും പാവപ്പെട്ട പിള്ളേരുടെ തലയെ കൊണ്ട് ബോംബിടുക, അവരുടെ സ്കൂളുകൾ തകർക്കുക, അവരുടെ പാലങ്ങൾ തകർക്കുക, മനുഷ്യൻ പട്ടിണിയും പരിപാടിയായിട്ട് ഓടുക, അവിടെ പുതിയ ശത്രുക്കളുണ്ടെങ്കിൽ തീവ്രവാദം കൊണ്ട് പുതിയ സാധനത്തെ ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ അത് തീർക്കാൻ വേണ്ടി വീണ്ടും പോയിട്ട് ബോംബിടുക. ഇതല്ലേ IS ഉണ്ടായി, ISനെ തീർക്കാൻ വേണ്ടി പിന്നെയും പോയി ബോംബിടുന്നു. താലിബാൻ ഉണ്ടാക്കി, താലിബാനെ തീർക്കാൻ അവിടെ പോയിട്ട് ബോംബിടുന്നു. ഇതാണല്ലോ അമേരിക്കയുടെ സ്ഥിരം പരിപാടി. ഇത് നിർത്തിച്ചത് ട്രംപാണ്. അത് നിർത്തുമ്പോൾ ഉള്ള പ്രശ്നം ഡീപ് സ്റ്റേറ്റാണ്. കാരണം അവരുടെ വലിയൊരു ഉൽപ്പന്ന വ്യവസായം, സൈനികോൽപ്പന്ന വ്യവസായം, അതിനാണ് കേടുവരുന്നത്. അപ്പോൾ നാറ്റോ രാജ്യങ്ങൾ പ്രധാനമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ, ഇവരൊക്കെയാണ്. പിന്നെ ടർക്കിയുണ്ട്. ഇവരെ ആരെയും കൂടെ കൂടാതെ ഇതിലൊന്നും അംഗമല്ലാത്ത ജപ്പാനെയും ഇന്ത്യയും ചൈനയും റഷ്യയും, അതും നാറ്റോയുടെ പ്രഖ്യാപിത ശത്രു ആരാ? റഷ്യ. പ്രഖ്യാപിത ശത്രുവിനെ ഒപ്പം നിർത്തിക്കൊണ്ട് പുതിയൊരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് ചില അർത്ഥങ്ങളുണ്ടാവും. കാരണം ഇങ്ങനൊരു കൂട്ടായ്മ ശരിക്കും വന്നാൽ ആ കൂട്ടായ്മ അടിസ്ഥാനപരമായിട്ട് 2 വിധത്തിലാണ്, 3 വിധത്തിൽ വരാം. ഒന്ന് ഇനാക്റ്റീവായിട്ട് വെറും ഒരു കൂട്ടായ്മ, ഓക്കെ, ലോകത്തെ മൊത്തം നിരീക്ഷിക്കണം, അതോടെ നിൽക്കട്ടെ. ഇതൊരു സാമ്പത്തിക കൂട്ടായ്മ ആവുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കൂട്ടായ്മ അത് തന്നെയായിരിക്കും. കാരണം ഇന്ത്യ, അമേരിക്കയും ചൈനയും ചേർന്ന് ഇതിലും വലിയ സാമ്പത്തിക ശക്തി ഇല്ല. 3 വലിയൊരു സാമ്പത്തിക കൂട്ടായ്മയായിരിക്കും ഇത്. പക്ഷേ അമേരിക്കയായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ കാര്യം വരുമ്പം ഇതവിടെ ഉപകാരപ്പെടുകയില്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇതൊരു സ്വപ്ന സമാനമായ സജഷനാണ്. ഇതാരും കയറി അംഗീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കൊരു സംശയം, ഈ RIC ഉണ്ടാകുന്നുണ്ടല്ലോ, അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കും ട്രംപിന്റെ നീക്കം? ഒരു പരിധി വരെ ആവാം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയും, പക്ഷേ ആ RICക്ക് അകത്തേക്ക് ട്രംപ് കയറാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്ക, അതിൻ്റെ ശത്രുവായിട്ട് നിൽക്കാൻ അമേരിക്ക താല്പര്യമില്ല എന്നർത്ഥം. അപ്പം RIC ഉണ്ടായിക്കോട്ടെ, പക്ഷേ അവിടെ ഞങ്ങളൊന്ന് കൂടെ നിന്നോട്ടെ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് RICയും ഇങ്ങനൊരു കൂട്ടായ്മയിലേക്ക് അമേരിക്കയും ജപ്പാനെയും കയറ്റണോ എന്ന് ചിന്തിക്കേണ്ടത് RIC തന്നെയാണ്. റഷ്യ, ഇന്ത്യയും ചൈനയും ചേർന്ന് വേണം തീരുമാനിക്കാനായിട്ട്. ഇവരാരും ഈ നിർദ്ദേശത്തിന് കൈ കൊടുത്തിട്ടില്ല. പക്ഷേ അവിടെ നിന്നൊരു സജഷൻ വന്നിരിക്കുന്നു. ട്രംപിന് ചില നേരത്ത് ഭ്രാന്തൻ ആശയങ്ങളും വരാം, ചില നേരത്ത് അങ്ങനെയാണ്. പക്ഷേ ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ അവിടെ എവിടെയോ ഒരു സ്റ്റഫുള്ള കാര്യമായിരിക്കും. പുള്ളി എന്തോന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അത്രേ പറയാനുള്ളൂ. പുള്ളിക്ക് എന്തോ ഒരു ബിസിനസ് കണ്ടിട്ടുണ്ട്, അതില്ലെങ്കിൽ അത് ചെയ്യില്ല. ഇപ്പം കുടുംബത്തിന് വേണ്ടിയിട്ട് ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കുമ്പോൾ പാകിസ്ഥാൻ്റെ പട്ടാളത്തെ പിടിച്ച് അതിനകത്ത് കിട്ടും. ഇതിലും വലിയ ഗതികേട് പാകിസ്ഥാന് വരാനില്ല. അപ്പോൾ അസീം മുനീറാണെങ്കിൽ അത് ചെന്ന് വീഴുകയും ചെയ്തു. അതോടുകൂടി പാകിസ്ഥാനും ചൈനയും തമ്മിൽ പൂർണ്ണമായിട്ട് തെറ്റി. അങ്ങനെ ചൈന ഇന്ത്യയുടെ പക്ഷത്തായി. ഏത് അമേരിക്കൻ പ്രസിഡൻറ്റും ആദ്യം ശ്രമിക്കുന്നത് ഒരിക്കലും ഇന്ത്യയും ചൈനയും തമ്മിൽ ഒത്തുപോകരുത് എന്നുള്ളതാണ്. അത് പണ്ട് തൊട്ടുള്ള നയമാണ്. ഇങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? അതിർത്തി പ്രശ്നമൊന്നുമല്ല, ദലൈലാമയാണ് പ്രശ്നം. ദലൈലാമയെ ഇന്ത്യയിലേക്ക് സ്വീകരിച്ചു ചൈനയിൽ നിന്ന് വന്നപ്പോൾ. അദ്ദേഹം ടിബറ്റിൽ നിന്ന് ഓടിപ്പോകുന്നു.
അത് ആ ഓടിപ്പോരിച്ച അദ്ദേഹത്തിൻ്റെ ആ പലായനം അത് സാധ്യമാക്കിയത് CIA ആണ്. അവരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇങ്ങ് വന്നത്. എന്നിട്ട് അമേരിക്ക ഇടപെട്ട് ആ പലായനം സാധ്യമാക്കിയിട്ട് ദലൈലാമയെ അവർ CIA അമേരിക്കയെ കൊണ്ടുപോയോ? ഇല്ല. പകരം ഇന്ത്യയിൽ നിർത്തി. ഇന്ത്യ അങ്ങ് സ്വീകരിക്കുകയും ചെയ്തു. നമ്മുടെ മാനുഷികത്വം, നമ്മുടെ മനുഷ്യത്വം, ബുദ്ധമത്വമുള്ള നമ്മുടെ പ്രതിബദ്ധത എല്ലാം ശ്ലാഘനീയമാണ്, ഞാനതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഒരൊറ്റ സ്റ്റെപ്പ് കൊണ്ട് എന്താ സംഭവിച്ചത്? നമ്മളൊരു നിതാന്ത ശത്രുവിനെ സൃഷ്ടിച്ചു. അപ്പോൾ ദലൈലാമ എങ്ങനെയാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്? ടിബറ്റൻ പൗരനായിട്ടാണ്. ടിബറ്റ് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്നും അതിൻ്റെ തലവൻ എന്നുള്ള അർത്ഥത്തിലുമാണ്. ലോകത്ത് 2 ആത്മീയ രാഷ്ട്രങ്ങളാണുള്ളത്. ഒന്ന് ഇന്ന് അധികാരത്തോട് നിലനിൽക്കുന്നു, അത് വത്തിക്കാനാണ്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആത്മീയ മഠാധിപതി ഭരിക്കുന്ന, ചക്രവർത്തിയായിട്ട് ഭരിക്കുന്ന. ഇവിടെ പോപ്പാണെങ്കിലും വത്തിക്കാനിൽ ചക്രവർത്തി എന്നുള്ളതാണ് സ്ഥാനം. കർദിനാൾമാർ ചക്രവർത്തിയുടെ കീഴിലുള്ള രാജകുമാരന്മാർ, കർദിനാൾ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇവിടെ അതുപോലെ തന്നെ ചക്രവർത്തിയാണ് ശരിക്കും പറഞ്ഞാൽ ലാമ. തിരഞ്ഞെടുക്കുന്ന രീതിക്ക് വ്യത്യാസമുള്ളൂ. പുനർജന്മത്തിൽ കൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നാണ് ദലൈലാമയുടെ കാര്യത്തിൽ. ദലൈലാമ അതുപോലെ തന്നെ പഞ്ചൻ ലാമയുണ്ട്, കർമ്മപലാമ, ഇങ്ങനെ 3 ലാമമാരാണുള്ളത്. 3 പേരെയും പുനർജന്മത്തിൽ കൂടെ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റമാണുള്ളത്. ഇതിലെ 2 ലാമമാരുള്ളത് ഇപ്പോൾ ഇന്ത്യയിലാണ്. അതിനകത്ത് പഞ്ചൻ ലാമയുടെ പുനർജന്മം മാത്രം ചൈനയിലാണ് ഉള്ളത്. അത് ചൈനീസ് ഗവൺമെൻറ് കീഴിൽ ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റായിട്ട് അദ്ദേഹം വളർന്നു വന്നു. മറ്റ് 2 പേരും ഇന്ത്യയിലാണ്. കർമ്മപലാമയും ദലൈലാമയും ഇന്ത്യയിലാണ്. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ടുവന്ന്, ഇതും പോരായിട്ട് ടിബറ്റിൻ്റെ പ്രവാസ സർക്കാരും കൂടി ഇന്ത്യയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ചൈനയുടെ കയ്യിലുള്ള അവരുടെ ഒരു സൈന്യമുണ്ട്, അവരുടെ സൈന്യമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ചൈനയുടെ കയ്യിലുള്ള ഒരു ഏരിയ, ആ ഏരിയയുടെ പ്രവാസ സർക്കാർ ഇന്ത്യയിൽ. ചുരുക്കത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു വിധത്തിലും മുന്നോട്ട് പോകാതിരിക്കുക ധാരാളം മതി. എന്നിട്ടും പുതിയ കാല താരിഫ് യുദ്ധ സമയത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുമിച്ചു. ഇത് ഒരുമിപ്പിച്ചത് ട്രംപാണ്. കാരണം കോമൺ ശത്രുവായിട്ട് അമേരിക്ക വന്നപ്പം തൽക്കാലം ദലൈലാമയെ മറക്കാം എന്നൊരു തോന്നലാണ് ചൈനയ്ക്കുണ്ടായത്. അപ്പോൾ അതിർത്തി പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പോൾ ചൈന പറയുന്നുണ്ട് പല പല പ്രശ്നങ്ങളും ഉണ്ട്, നമുക്കത് സംസാരിച്ച് തീർക്കണം. സംസാരിച്ച് തീർക്കാൻ വേണ്ടി എല്ലാ പ്രശ്നവും ഇപ്പോൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് സാമ്പത്തികമായിട്ട് തമ്മിൽ സഹകരിക്കുകയാണ്. സാമ്പത്തിക സഹകരണം സൈനിക സഹകരണത്തിലേക്ക് വേണമെങ്കിൽ കയറാം. അങ്ങനെ കയറിയാൽ RIC എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ശക്തമായ സൈനിക കൂട്ടായ്മ വരും. കാരണം ഇന്ത്യ ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയാണ്, ചൈന ലോകത്തെ 2ാമത്തെ സൈനിക ശക്തിയാണ്, റഷ്യ എന്ന് പറയുന്നത് ലോകത്തെ 3ാമത്തെ സൈനിക ശക്തിയാണ്. അണുബോംബിൻ്റെ എണ്ണം എടുത്താൽ റഷ്യയാണ് 1ാമത്. ഇത് 3ഉം കൂടെ കൂടിയാൽ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാവും, ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവും. ഇങ്ങനത്തെ ഒരന്തരീക്ഷം. അത് മാത്രമല്ല, റഷ്യക്ക് വലിയ ഡെവലപ്മെൻറ്റ് ഇന്ത്യ വഴി വരുവാണ്. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് അകത്തേക്ക് ഇടിച്ചു കയറാനുള്ള ശ്രമം പോലെയാണ് ഈ C5 RICക്ക് അകത്തേക്ക് അമേരിക്കയും കൂടെ കയറ്റി വയ്ക്കാൻ. അങ്ങനെ വന്നാൽ പിന്നെ അമേരിക്കയോട് ശത്രുത പിന്നെ ഉണ്ടാവില്ലല്ലോ എന്നൊരു നോട്ടം ഉണ്ടാവാം. എന്തായാലും RIC രാഷ്ട്രങ്ങളാണ് ഇതിനകത്ത് ഉത്തരം പറയേണ്ടത്. ജപ്പാൻ പിന്നെ ഇവരെല്ലാം കൂടിയ ജപ്പാൻ ഓട്ടോമാറ്റിക്കലി അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അമേരിക്ക പറയുന്ന അപ്പുറത്തേക്കൊന്നും വലിയ കാര്യം ജപ്പാൻ ഉണ്ടാവില്ല. ഇന്ത്യ പറയണതും ജപ്പാൻ വളരെ സ്വീകാര്യമാണ്. പക്ഷേ ഇന്ത്യയും ചൈനയും റഷ്യയും വേണം തീരുമാനിക്കാൻ ഒരു C5 വേണോ വേണ്ടയോ. ട്രംപ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ട്രംപിനെ കൊണ്ടോ അമേരിക്കയെ കൊണ്ടോ അവിടെ ഒരു നേട്ടം ഉണ്ടെന്നാണെങ്കിൽ നാളെ ഒരു C5 നിലവിൽ വന്നേക്കാം, അല്ലെങ്കിൽ വരാനും പോകുന്നില്ല. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം.